നമസ്കാരം. നമ്മൾ ഓക്സിജനോട് ചേർന്നിട്ടുള്ള ഓരോ വ്യക്തികളും, അതായത് നമുക്ക് ഒരു ഐഡിയ പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഐഡിയ എങ്ങനെ അടിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമ്മളെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡ് അങ്ങനെ വന്നു. ഇനി നമ്മൾ പോകേണ്ടത് ഈ ബിസിനസ് പോർട്ടലിൽ പോവുക. ബിസിനസ് പോർട്ടലിൽ പോയ ശേഷം നമ്മളെ ചാനൽ എന്നുള്ള ആ ഭാഗത്ത് നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ജീനോളജി വരും. ജീനോളജി എന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ലെഗ് ഇതുപോലെ വരും. അപ്പോൾ നമുക്കിവിടെ നോക്കാൻ കഴിയും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഒരു 1, 2, 3, 4 ആക്ടിവേഷൻ നടന്നിട്ടുണ്ട്. പിന്നെ താഴെ ഒരു 3 വേക്കൻറ്റ് ബാക്കിയുണ്ട്. ഈ വേക്കൻറ്റ് എന്ന് എഴുതിയ ഭാഗത്താണ് നമുക്ക് ഐ ഡി നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു വേക്കൻറ്റ്, ഇപ്പോൾ നമുക്കിപ്പോൾ ഈ റൈറ്റ് ഭാഗത്ത് ഒരു വേക്കൻറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചോളം റൈറ്റ് വേക്കൻ്റാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് നമുക്ക് വരിക. ഇവിടെ ഏറ്റവും ടോപ്പിൽ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇന്ത്യ തന്നെ, നമ്മൾ ഇന്ത്യൻ ആണല്ലോ. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട, ഇന്ത്യ ഓൾറെഡി ഓക്കെയാണ്. പിന്നെ നമുക്ക് നമ്മളെ സ്റ്റേറ്റ് കേരള എന്നുള്ളത് നമുക്ക് കൊടുക്കണം. പുറത്തുള്ള സ്റ്റേറ്റുകാരാണെങ്കിൽ അവിടുത്തെ ഏത് സ്റ്റേറ്റാണ്, കർണാടക, തമിഴ്നാട്, ഏത് സ്റ്റേറ്റാണെന്ന് വെച്ചാൽ അത് അവരുടേതായ സ്റ്റേറ്റ് അവിടെ കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ കൊടുക്കണം ഡിസ്ട്രിക്റ്റാണ്. ഇപ്പോൾ ഡിസ്ട്രിക്ട് കൊടുക്കുക. ഡിസ്ട്രിക്ട് ഇപ്പോൾ ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്, അപ്പോൾ മലപ്പുറം കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ കോഴിക്കോടോ, അപ്പോൾ കണ്ണൂർ, അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റ് അനുസരിച്ച് അവിടെ നമുക്ക് നമ്മുടെ ആ ഡിസ്ട്രിക്റ്റ് ഏതെന്ന് എഴുതി കൊടുക്കാം. പിന്നെ പോസ്റ്റ് ഓഫീസ് നമ്മളെ പരിധിയിൽ വരുന്ന പോസ്റ്റ് ഓഫീസിൻ്റെ പേര് അവിടെ എഴുതി കൊടുക്കാം. പിന്നെ വരുന്നതാണ് പിൻകോഡ് നമുക്കറിയാമല്ലോ. പിൻകോഡ് നമ്മളെ ഓരോ പിൻകോഡും പിൻകോഡ് ഏതാണെന്ന് വെച്ചാൽ ആ പിൻകോഡ് കൊടുക്കാം. ഓക്കെ, പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക, വാട്സാപ്പ് നമ്പറും കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് മൊബൈൽ നമ്പർ രണ്ടും സെപ്പറേറ്റ് ആയിരിക്കാം. ചിലപ്പോൾ വാട്സാപ്പ് വേറെ ഉപയോഗിക്കും, മൊബൈൽ ആയിട്ട് ഉപയോഗിക്കുന്നത് വേറെ ഉണ്ടായിരിക്കും. ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മൊബൈലാണ് ഉപയോഗിക്കുന്നത്, ഒരു നമ്പറിലാണ് ഉപയോഗിച്ചത്, ആ നമ്പറിൽ മാത്രം ഒരു നമ്പർ കൊടുത്താലും മതി. ഓക്കെ, ഇതേ നമ്പറിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നേരത്തെ ഒരു ഐ ഡി അടിച്ചെങ്കിൽ അത് ഈ നമ്പറിൽ ഒരു ഐ ഡി ആക്ടിവേഷൻ ചെയ്തെങ്കിൽ പിന്നെ ആ നമ്പർ പിന്നെ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരൊറ്റ പ്രാവശ്യമുള്ളൂ നമുക്കൊരു നമ്പറിൽ അവിടെ ഐ ഡി അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്ത നമ്പറാണ് കൊടുക്കേണ്ടി വരിക. ഓക്കെ, പിന്നെ നമ്മൾ പേര് കൊടുക്കുന്നു. പേര് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ജെൻഡർ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ആണാണോ പെണ്ണാണോ ജെൻഡർ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ അല്ലേ, ജെൻഡർ. പിന്നെ ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്താണ്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ജനിച്ച ആ ഡേറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ആ ഡേറ്റ് നമ്മൾ കൊടുക്കുക, മന്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഇയർ ലാസ്റ്റ് ഇവിടെ 1910 കണ്ടെടുത്ത് നമ്മൾ ഇയർ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി കാർഡിലൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മളെ ഇതുണ്ടല്ലോ, നമ്മളെ ബർത്ത് ഡേറ്റ് കറക്റ്റ് ഓർക്കുന്നുണ്ടോ. അപ്പോൾ കറക്റ്റ് ഡേറ്റിന് കൊടുക്കണ്ടോ, മാറി കൊടുക്കരുത്. പിന്നെ ഇവിടെ അതിന് താഴെ ചോദിച്ചിട്ടുള്ളത് ഹൗസ്, അപ്പാർട്ട്മെൻറ്റ്, വില്ല, ബിൽഡിങ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടുപേര് ആണ് ഉദ്ദേശിക്കുന്നത്, വീട്ടുപേര് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആവും. ഇനിയിപ്പോൾ പിന്നെ അപ്പാർട്ട്മെൻറ്റും കാര്യമൊക്കെയാണ് താമസിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അത് കൊടുക്കാം. പക്ഷെ നോർമലി നമുക്ക് വീടിൻ്റെ ആണ് ഉദ്ദേശിക്കേണ്ടാവുക എന്നുള്ളതാണ് അതിനെ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ സ്ട്രീറ്റ്. അപ്പോൾ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട് നിൽക്കുന്ന സ്ഥലം. അപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ആ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഏത് സ്ഥലം നമുക്ക് വെച്ചാൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു നമുക്ക് നിയറസ്റ്റ് ലാൻഡ്മാർക്ക് കൊടുക്കുന്നുണ്ട്. ലാൻഡ്മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നിൽക്കുന്ന ആ ഒരു പൊസിഷനാണല്ലോ. അപ്പോൾ അത് ഈ 2 പേരും ഒരേ പേര് കൊടുത്താലും അവിടെ ക്ലിയർ ആവും. പിന്നെ ലോക്കാലിറ്റി ടൗൺ, നമ്മുടെ ടൗൺ അടുത്തുള്ള അറിയപ്പെടുന്ന ടൗൺ ഏതാണെന്ന് വെച്ചാൽ. ഇപ്പോൾ പിന്നെ ഇമെയിൽ കൊടുക്കുക, പാൻ കാർഡ്. താഴത്തേക്ക് വരുമ്പോൾ നോമിനി കൊടുക്കണം. നോമിനി ഡീറ്റെയിൽസ് ഉണ്ട് അവിടെ നോമിനി ഇപ്പോൾ ആരാണ്, ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നോക്കിയാൽ വൈഫായിരിക്കാം, ചിലപ്പോൾ ഹസ്ബൻഡായിരിക്കാം, അല്ലെങ്കിൽ മകനോ മകളോ അമ്മയോ ആരാണെന്ന് വെച്ചാൽ അവർ നമ്മളെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്പോൺസർ, ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്പോൺസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനാണ് കൊണ്ടുവരുമെങ്കിൽ എൻ്റെ ഐ ഡി നമ്പർ അവിടെ കൊടുക്കണം.
ID നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പേരും ആ 01 അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു നമ്പർ ഉണ്ടല്ലോ, അങ്ങനത്തെ ആ പേരവിടെ കൊടുക്കണം. ഓക്കെ. കോർപ്പറേറ്റ് ആൾട്ടർനേറ്റ് 2 ചാനലാണത്. അതിൻ്റെ ഒരു ചാനലിൻ്റെ പേരാണ് കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആവും. കാര്യം നമ്മൾ ലെഗ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് അവിടെ ആൾട്ടർനേറ്റർ ആണെങ്കിൽ ആൾട്ടർനേറ്റർ എഴുതി കാണിക്കും, കോർപ്പറേറ്റ് ആണ് കോർപ്പറേറ്റ് എഴുതി കാണിക്കും. അത് ഓൾറെഡി അവിടെ സെറ്റായി വെച്ച സാധനമാണ്, അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് വരുന്നത് ഇതാണ്, നമ്മളൊരു യൂസർ നെയിം കൊടുക്കുക, ഒരു പാസ്വേഡും കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് നമ്മളെ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ യൂസർ നെയിം പാസ്വേഡാണ്. അപ്പോൾ യൂസർ നെയിം നമ്മളെ പേര് കൊടുക്കുക. ഈ പേര് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ഒരു റെഡിങ്ങിൽ അപ്പോൾ എഴുതി കാണിക്കും. അപ്പോൾ പേര് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, പേര് മാത്രമാണ് കൊടുക്കുമെങ്കിൽ ഇതിന് ഓൾറെഡി ഇതിന് മുമ്പ് കൊടുത്ത പേരൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആകുമ്പോൾ അവിടെ റെഡിങ് ഒരു റെഡ് കോളത്തിൽ എഴുതി ബ്ലോക്കായി നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേര് കൊടുക്കുന്നു, പിന്നെ ഇനിഷ്യൽ കൊടുത്താൽ ചിലപ്പോൾ ഓപ്പണായിട്ട് കുഴപ്പമുണ്ടാകാതെ വരും. ഇനിഷ്യൽ കൊടുക്കാം. അതല്ല, അതൊന്നും കൊടുത്തിട്ട് ശരിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഓക്സി എന്നാണ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ പേര് സുരേഷ് എന്നാണ്, അപ്പോൾ ഞാൻ സുരേഷ് ഓക്സി എന്ന് എഴുതി കഴിഞ്ഞാൽ അത് നമ്മൾ യൂസർ നെയിം ആയി. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം കേട്ടോ. അപ്പോൾ നിങ്ങളെ പേരെന്താണെന്ന് വെച്ചാൽ അത് എഴുതുക, ഒരു ഓക്സി ഓട് കൂടിയിട്ട് ആ ഒരു പേര് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ യൂസർ നെയിം ആയി. പിന്നെ നിങ്ങൾക്ക് താഴത്തേൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ ഫ്രണ്ട് പേജ്, ഫ്രണ്ട് ഭാഗം ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫോട്ടോ അവിടെ എഴുതി ആ ഫോട്ടോ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതോടെ ഈ ഒരു പ്രൊസീജിയർ ക്ലിയർ ആയി. പിന്നെ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം ടിക്ക് മാർക്ക് ഇട്ടു സബ്മിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പണി. ഇതാണ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു കൺഫർമേഷൻ ഒരു പേജ് വരും. ഇത് നിങ്ങൾ ഓക്കെ അല്ലേ, ഇത് എഴുതിയൊക്കെ കറക്റ്റാണോ എന്ന് ചോദിച്ചിട്ടൊരു പേജ് ഓപ്പണായി വരും. ആ പേജ് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്കെയാണ്. നമ്മളിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ. അപ്പോൾ എഴുതി കഴിഞ്ഞാൽ നമ്മളൊന്നുകൂടി ബാക്കോട്ടൊന്ന് ചെക്ക് ചെയ്ത് പോകണം കേട്ടോ. ചിലപ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് കാര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ അങ്ങനെ പോയിട്ട് ഓക്കെ ആണെന്ന് രണ്ടാമത് കൺഫർമേഷൻ ഒരു ഫോം വരുന്നുണ്ട്. ആ ഫോം ഒന്ന് ചെക്ക് ചെയ്യുക. അതിലും ഓക്കെ ആണെന്ന് നമ്മൾ ഉറപ്പ് വെച്ച ശേഷം പിന്നെ താഴെ ഇതുപോലെ സബ്മിറ്റ് ഉണ്ടാവും. ആ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ID ക്രിയേറ്റ് ആവും. അപ്പോൾ ഒരു ID അല്ല, ഓട്ടോമാറ്റിക്കായിട്ട് 3 ID ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആണ് നമ്മുടെ ഈ ഒരു സംവിധാനം. നമുക്ക് ഒരു ID അടിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ഓക്കെ, ഒന്ന് കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മളെല്ലാവരും മാക്സിമം പഠിച്ചിട്ട് അവനവൻ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.